ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഡീപ്പ് ഫീലിങ്സ് എന്താണ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഏത് തരത്തിലുള്ളൊരു ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഡേ നമ്മൾ ഈ ഒരു ഫീലിങ്സ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ന് പൗർണമി ദിനമാണ്, വൈശാഖ മാസത്തിലെ പൗർണമിയാണ്. അതുപോലെ തന്നെ പത്താമുദയുള്ള ദിവസമാണ്. പത്താമുദയം എന്ന് പറയുമ്പോൾ വിഷു കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ്. ഒരുപാട് അഭിവൃദ്ധിയുള്ള ഐശ്വര്യമുള്ളൊരു ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ നമ്മളുടെ പൗർണമി എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്, ചിത്തിര നക്ഷത്രത്തിലാണ്. അപ്പോൾ നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയ സമയം മുതലേ നമ്മൾ പൗർണമി റിച്വൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പൗർണമി റിച്വലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും പേര് നക്ഷത്രം എഴുതിയിടുക. നക്ഷത്രം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിടുക. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഈ ഒരു പൗർണമി റിച്വലിൻ്റെ വീഡിയോ ഇടാനായിട്ട്. കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ തലേദിവസം തന്നെ ഇടാറുണ്ട്. ഇത്തവണ ഈ ഒരു പൗർണമിക്ക് ഞാൻ വീട്ടിലുണ്ടാവുമ്പോൾ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനത് ഇന്നലെ ഇടാതിരുന്നത്. വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളുടെ സാധാരണ വരുന്ന സമയത്തേക്കാൾ മുൻപായിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 12 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് എഴുതിയിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പൗർണമി ഡേയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സാധാരണ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാവുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാനും അവരെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് തോട്ട്സിലേക്ക് വരാനായിട്ടും കഴിവതും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും റിലേഷൻഷിപ്പിനിടയിലേക്ക് ഒരു ബാരിയർ വന്നിട്ടുണ്ട്, ഒരു തടസ്സം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് സാമ്പത്തികമായൊരു പ്രശ്നം കൊണ്ടായിരിക്കാം, അതായത് മണി റിലേറ്റഡ് പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം ചിലർക്ക് ഈ ഒരു തടസ്സം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു ചിലർക്ക് ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ ആവാം. അപ്പോൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കോ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് പരസ്പരം 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പോസസീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് മറ്റാരെങ്കിലുമായിട്ട് ഇടപഴകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ കെയറിങ് മറ്റാർക്ക് കൊടുക്കുന്നതോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെയും അവസ്ഥ. അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തമ്മിൽ സംസാരിക്കാത്ത, അല്ലാന്നുണ്ടെങ്കിൽ പഴയ അത്ര അടുപ്പം കാണിക്കാത്ത ഒരു തരത്തിലായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് മാത്രമുള്ളതാണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്നെക്കാൾ ഉപരിയായിട്ട് മറ്റൊരാൾക്കും അവരുടെ ലൈഫിൽ സ്ഥാനം ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിൽ ഈ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ കസ്റ്റഡിയിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല. അങ്ങനെ പുറത്ത് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊരാൾ വരിക എന്നുള്ളതൊന്നും ഇവരെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ മണി മാറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ കൂടുതലായിട്ടും ഇവരുടെ ലൈഫിൽ സെക്യൂർ ആയിട്ടുള്ള കാര്യം എന്താണോ ആ ഒരു മാറ്റർ അന്വേഷിച്ച് പോയതായിരിക്കും, അല്ലെങ്കിൽ അതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഹൈലി പോസസീവാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു സെപ്പറേഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ അതിന് മുൻപൊക്കെയോ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാവാം, പഴയതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്നില്ല, നിങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഒരു എനർജി ഇടുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്, അവരത്രത്തോളം തിരിച്ച് കാണിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് റെഡിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള പരാതിയോ പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ മാറ്റി വെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ വരാം എന്ന് ചിന്തിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു
സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം പാഷൻ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടാവുന്നുണ്ട്, ഒരു ആവേശം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ വളരെ അട്രാക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ സെക്ഷൽ ഡിസയറും ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു ഫിസിക്കലി അട്രാക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളോട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ഒരു ആവേശം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ലൈഫ് ഒന്ന് കളറാക്കുകയെന്ന്, അങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ലൈഫ് അവർക്കുണ്ടാവൂ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാറ്റേൺ, ആ ഒരു ലവ് പാറ്റേൺ എന്ന് പറയുന്നത് മറ്റുള്ളൊരു കപ്പിളിനെ പോലെ ആയിരിക്കില്ല, ഒരുപാട് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സിനെ അറിയുന്നതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അപ്പോൾ അവർ പറയുന്നുണ്ടാവാം ഒരു മറ്റുള്ളവരെ പോലെയല്ല, അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങളുടെ ആ ഒരു പ്രണയത്തെക്കുറിച്ച് ചിലപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ആ ഒരു പാറ്റേൺ. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു പരസ്പര സ്നേഹം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാവാം, ഷെയർ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരാളുടെ നെയിം ടാറ്റു ചെയ്തിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ റിങ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ഒരു പേഴ്സൺ, പർട്ടിക്കുലർ പേഴ്സൺ എൻ്റേത് മാത്രമാണ് എന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു 3 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോകാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു റീസൺ നിങ്ങളെ രണ്ടുപേരെയും അതികഠിനമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഫീലിംഗ് നോക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ഡൗൺ ആവുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതുകൊണ്ടും ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിവിടെ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടാവാം, ഈ ഒരു സിറ്റുവേഷൻ വന്നില്ലായിരുന്നെങ്കിൽ എത്ര നല്ല രീതിയിലാണ് നമ്മളിപ്പോൾ പോകേണ്ടിയിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈമൊക്കെ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യേണ്ടിയിരുന്നതാണ് എന്നുള്ള രീതിയിലെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു 3 ഓഫ് സോർഡ്സിന് ശേഷം വന്നിരിക്കുന്ന ആ ഒരു ഫുൾ കാർഡാണ്. ദാറ്റ് മീൻസ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ന്യൂ ബിഗിനിങ്, ഫ്രം ദ വെരി ബിഗിനിങ്, ഈ ഒരു ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു 0 നമ്പർ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ തമ്മിൽ തടസ്സപ്പെടുത്തി നിന്നിരുന്നത്, ചിലപ്പോൾ ഈഗോയോ അല്ലാന്നുണ്ടെങ്കിൽ മണി പ്രോബ്ലമോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ, അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ റെഡിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു വല്ലാത്ത ധൈര്യം തോന്നുന്നുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇവരുടെ ഇമോഷൻസ് നോക്കുമ്പോൾ ഇവർ തീർച്ചയായിട്ടും ഈ ഒരു ഫൂളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒന്നിനെ ഭയപ്പെടുന്നില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ പിണങ്ങിയതെങ്കിലും എന്തും വരട്ടെ. ചിലപ്പോൾ ഒരുപാട് ഭവിഷ്യത്തുകൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും ഈ ഒരു അകൽച്ച വന്നിട്ടുണ്ടായത്, സെപ്പറേഷൻ ഉണ്ടായതൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവരതൊക്കെ മൈൻഡ് ചെയ്യുന്നില്ല, ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡിലേക്കാണ്. അവരുടെ മാത്രമായിട്ടുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റാണ് അവർ വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു 4 ഓഫ് വൺസിൻ്റെ എനർജിയൊക്കെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ തന്നെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ, അല്ലാന്നുണ്ടെങ്കിൽ റീകൺസിലിയേഷൻ, സെലിബ്രേഷനൊക്കെ ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് എത്താനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഡ്രോപ്പായി പോയത്, അതിൻ്റെ ഒരു ഇരട്ടി പവറോടുകൂടി തിരിച്ചു വരാൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, വെറുതെ വരാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരാൻ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു മാരേജിലേക്കൊക്കെ പോകേണ്ടിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാനിരുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ലിവിങ് ടുഗദർ പോലെ അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്, ഇനി ഒന്നിൻ്റെ പേരിൽ നമ്മൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഇവിടെ ആ ഒരു നെക്സ്റ്റ് ഡെക്കിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ ആ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കാതിരിക്കുന്ന ഈ ഒരു ടൈം ഇവർ വളരെയധികം ദുഃഖത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളോട് പറയാത്ത എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാം, നിങ്ങളോട് തുറന്ന് പറയാത്ത എന്തെങ്കിലും കാര്യം ഇവർക്കുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ ചോദിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇവർ ആലോചിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു കാര്യം വീണ്ടും ഓപ്പണായിട്ട് നിങ്ങളോട് വന്ന് പറയണോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വീണ്ടും ഒരു പ്രശ്നമാവുമോ എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സണ് വരുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അവരെന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നു, ഓപ്പൺ ആവുന്നില്ല,
പഴയതുപോലെയല്ല, എന്തൊക്കെയോ കള്ളത്തരം ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക, നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കാം ചിലപ്പോൾ ഇവരെ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ചോദിക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ആംഗ്രി ആയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമെല്ലാം നിങ്ങളോട് ഈ ഒരു സമയം തുറന്ന് പറയണോ വേണ്ടയോ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഒരുപാട് ചോയ്സസ് ഉള്ളൊരു വ്യക്തിയാണ്. അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. അല്ലാതെ പല കാര്യങ്ങളും ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ചിലപ്പോൾ ഒരു പണത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു ധാരാളം മണിയൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല ജോലിയോ സംഭവങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. ഒരുപാട് പേര് ഇവരുടെ പുറകെ നടക്കുന്നുണ്ടാവാം, അവർക്ക് ആവശ്യക്കാരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് ചോയ്സസ് സ്റ്റിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ചോയ്സ് അവർക്ക് ചുറ്റിനുമുള്ളപ്പോഴും അവർ നിങ്ങളെ തന്നെയാണ് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നീട് വരുന്ന കാർഡ്സ് നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. അതായത് ആ ഒരു 2 ഓഫ് വൺസിൻ്റെ എനർജി, അതുപോലെ 6 ഓഫ് കപ്സ്. അപ്പോൾ ഇവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ്, നല്ല നല്ല ഓർമ്മകളെല്ലാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ റീസെൻ്റ്ലി നിങ്ങളുടെ ബർത്ത്ഡേയ്സൊക്കെ ഈ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെലിബ്രേഷൻസ്, ഇപ്പോൾ നമുക്കിവിടെ എല്ലാ തരത്തിലുള്ളൊരു സെലിബ്രേഷൻസ് ഇപ്പോൾ നമുക്ക് നടന്നിട്ടുണ്ട്. വിഷു വന്നിട്ടുണ്ട്, ഈസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പെരുന്നാൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടൈമിലൊക്കെ നിങ്ങൾ ഒരുമിച്ചുള്ളൊരു മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ പരസ്പരം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ എബ്രോഡിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എബ്രോഡിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് നിങ്ങളുടെ മാനസികമായിട്ടുള്ളൊരു അവസ്ഥയിലും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അതായത് അത്രത്തോളം അടുത്ത സ്നേഹത്തോടെ നിന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും പരസ്പരം രണ്ടന്യരെ പോലെ നിങ്ങൾ ദൂരെ മാറിപ്പോയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണേക്കാൾ വയസ്സ് കൊണ്ട് ചെറിയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്മച്വർ നിങ്ങളായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുമ്പോൾ അവരെക്കാൾ കുറച്ചുകൂടി ഒരു കുട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഇന്നസെൻറ്റ് എന്നെല്ലാം പറയുന്ന പോലെ നിങ്ങളായിരിക്കാം ആ ഒരു തരത്തിലുണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ തരത്തിലും, ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, ഈ ഒരു പേഴ്സൺ വല്ലാതെ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്. ആ ഒരു പാഷനുണ്ട്, അല്ലെങ്കിൽ സ്നേഹമുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം കൂടി കലർന്ന ഒരു വികാരമാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ആ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഒരുപാട് പരാതികൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയോട്. പല കാര്യങ്ങളും പരാതി പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടാവാം. അവരെ നോക്കി കണ്ടുപിടിക്കൂ, അവരെത്ര നല്ലതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്നേഹത്തിന് മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ, ഇങ്ങനെയുള്ള പല ഒരു പരാതി പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ തമാശയായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ കുറച്ചും കൂടി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കുറച്ചും കൂടി കെയർ ചെയ്യണം, നിങ്ങൾക്കൊരു ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് അതിനൊന്നും വലിയ വാല്യൂ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കളിയാക്കി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇതെല്ലാം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യാനായിട്ട് അവർ റെഡിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നീ ആവശ്യപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ നീ എങ്ങനെയാണോ എന്നെ കാണാനായിട്ട് ആഗ്രഹിച്ച് ആ ഒരു രീതിയിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലെല്ലാം ഈ ഒരു പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എത്രയൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഈഗോയിൽ നിന്ന് തുടങ്ങിയ വഴക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനോ, അല്ലാന്നുണ്ടെങ്കിൽ മണി മാറ്റേഴ്സോ ഒക്കെ ആയിരിക്കാം നിങ്ങളിങ്ങനെ അകറ്റി നിർത്തിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കളർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ. അവരുടെ ലൈഫ് കളറാവണമെങ്കിൽ നിങ്ങൾ തന്നെ കൂടെ വേണം, നിങ്ങളാണ് അവർക്ക് പറ്റിയ പങ്കാളി എന്നുള്ളൊരു തോട്ടാണ് ഈ ഒരു പേഴ്സണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രത്തോളം ഒരു ഡീപ്പ് ഫീലിങ്സ് ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പൗർണമിയുടെ ആണോന്നറിയില്ല, അവർ ആകെ മൊത്തം, അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഇമോഷൻസും അല്ലെങ്കിൽ എല്ലാ വികാരങ്ങളും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളോട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്ലൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഡിസംബർ മന്താണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. നമ്പർ 3030. ഓഗസ്റ്റ് മന്ത് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. ഒക്ടോബർ മന്ത് നമ്പർ 23. നമ്പർ 12 Aquarius zodiac sign. January month
letter M, number 15, letter T, letter B, B ആണ് കേട്ടോ, B for bat, letter H, Scorpio, Leo, ഇതെല്ലാം സോഡിയക് സൈൻസ് ആണ്. വിർഗോ സെയിം, X, letter U, Capricorn, letter P, letter S, number 8, Trivandrum district, letter A, number 17, number 16, number 19, letter W, and last Taurus zodiac sign. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലൂസിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും റെസനേഷൻസ് ഉണ്ടോ, പറഞ്ഞ സിറ്റുവേഷൻസിൽ എന്തെങ്കിലും റെസനേഷൻ ഉണ്ടോ, ക്യാരക്ടറിലുണ്ടോ, ഇതെല്ലാം നോക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ എന്നുള്ളത് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും നിങ്ങളോട് ഒരുപാട് ആകർഷണമുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇനി ഫ്യൂച്ചറിലും ഒരുമിച്ച് പോകാനുള്ള ഒരു ആഗ്രഹമുള്ള വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു പൗർണമി ഡേയിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് തോന്നിയിട്ടുള്ളത് പോലെ പലതരത്തിലുള്ള വികാരങ്ങൾ നിങ്ങൾക്കും അവരോട് തോന്നുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങളിപ്പോൾ സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടാവാം, ആഗ്രഹിക്കുന്നുണ്ടാവാം, അടുത്തുണ്ടായിരുന്നെങ്കിൽ, സംസാരിച്ചിരുന്നെങ്കിൽ എന്നുള്ള തോട്ട്സ് എല്ലാം നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ പൗർണമി റിച്വലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേഴ്സൻ്റെ പേര്, രണ്ടുപേരുടെ നക്ഷത്രം ഇത് കമൻസിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ സമയം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ന് പൗർണമിയാണ്. അപ്പോൾ ഇന്ന് രാത്രി ഒരു 12 മണി വരെ ഉള്ളതേ എക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.